തൃശൂർ പൂരം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കലക്കിയതു തന്നെയെന്ന് മുൻ മന്ത്രിയും സിപിഐ നേതാവുമായ വി.എസ്. സുനിൽകുമാർ. തന്റെ നിലപാടിൽ ഇപ്പോഴും മാറ്റമില്ലെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. ഉദ്യോഗസ്ഥരെ കുറ്റവിമുക്തമാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അന്ന് ഈ പൂരം നടത്തിപ്പിന്റെ ഏകാലത്തും പൂരം നടത്തിപ്പിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടത്തിന്, ജില്ലാ കലക്ടർക്കാണ്. അന്ന് കോഡ് ഓഫ് കോണ്ടക്ട് ഉള്ളതുകൊണ്ട് മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോ അത്രയും കാര്യം ഇടപെടാനുള്ള വളരെ വ്യക്തമായ പരിമിതി ഉള്ള സാഹചര്യത്തിൽ അന്ന് ജില്ലാ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത് ജില്ലാ കലക്ടർ ഈ സംഭവം നടക്കുമ്പോൾ അയാളുടെ പൂർണ്ണ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഈ കലക്ടറാണ് സത്യം പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അതിൽ പ്രധാനപ്പെട്ട പങ്കാളി ആണ് എങ്കിൽ അത് ഒന്നാമത്തെ പ്രതിയായിട്ട് വരേണ്ട ആള് അന്നത്തെ ജില്ലാ കലക്ടറാണ്. റിപ്പോർട്ട് ആരും കണ്ടിട്ടില്ല. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ അറിഞ്ഞത്. അന്നത്തെ കളക്ടർ കൃഷ്ണ തേജയുടെ പങ്കിൽ ഇപ്പോഴും സംശയമുണ്ട്. പൂരം നടത്തിപ്പിന്റെ യഥാർത്ഥ ചുമതല കളക്ടർക്കാണെന്നിരിക്കെ അദ്ദേഹത്തിന്റെ പങ്കിനെക്കുറിച്ച് അന്വേഷണമുണ്ടായില്ലെന്ന് സുനിൽകുമാർ പറഞ്ഞു. ADGP അജിത് കുമാറിന്റെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് സർക്കാരാണ്. RSS നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. പൂരം അലങ്കോലമായത് സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമുണ്ടായി. കളക്ടർ കാര്യങ്ങൾ അറിഞ്ഞിട്ടും അനങ്ങിയില്ല എന്നത് ദുരൂഹമാണ്. അദ്ദേഹം തിരഞ്ഞെടുപ്പിന് ശേഷം BJP ഉപമുഖ്യമന്ത്രിയുടെ PA ആയി സ്ഥലം വിട്ടതും നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെന്നും സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി.